തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കെ നിർണായക നീക്കവുമായി കെ സ്റ്റാലിൻ സർക്കാർ. സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയിൽ മുൻകൂറായി 5000 രൂപ നിക്ഷേപിച്ചു. അതേസമയം DMK TVK ഭയപ്പെടുന്നു എന്ന വിമർശനവുമായി TVK അധ്യക്ഷൻ വിജയും രംഗത്തെത്തി. ബീഹാറിന് പിന്നാലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്ന പദ്ധതി തമിഴ്നാട്ടിലും പരീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കലൈഞ്ചർ വിമൻസ് റൈറ്റ് സ്കീമിന് കീഴിലുള്ള സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കാണ് 5000 രൂപ നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയിൽ മാർച്ച് ഏപ്രിൽ മാസത്തെ തുക മുൻകൂറായി നൽകിയതിനു പുറമെ വേനൽക്കാല അലവൻസും നിക്ഷേപിച്ചിട്ടുണ്ട്. DMK അധികാരത്തിലേറിയാൽ ഗുണഭോക്താക്കളുടെ പ്രതിമാസ അലവൻസ് 2000 രൂപയായി ഉയർത്തുമെന്നും സ്റ്റാലിൻ വാഗ്ദാനം ചെയ്തു. ഗ്രാന്റ് മുടക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ 1.31 കോടി വനിതകളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അതേസമയം സ്റ്റാലിന്റെ പ്രഖ്യാപനത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന വിമർശനവുമായി TVK അധ്യക്ഷൻ വിജയ് രംഗത്തെത്തി. ഇന്ന് നടക്കുന്ന TVK റാലിക്ക് മുന്നോടിയായാണ് പ്രഖ്യാപനമെന്നും വിജയ്. വേനൽ അലവൻസ് മുൻകൂറായി നൽകിയതിൽ ഈ വർഷം ആദ്യമാണോ വേനലെന്നും വിജയുടെ ചോദ്യം. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.